10 വർഷത്തെ വിസ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 6 മാസം ഇവിടെ നിൽക്കാൻ പറ്റും. മൾട്ടിപ്പിൾ എൻട്രി ആണ് 10 വർഷത്തേക്ക്. അന്ന് അന്വേഷിച്ചല്ലേ. പിന്നെ ദിലീപ് ഞാൻ പറഞ്ഞതേ, പിന്നെ ദിലീപ് ഞാൻ പറഞ്ഞതേ പിന്നെ ഈ ദിലീപ് ആർട്ട് ഗാലറി എന്നുള്ളത്, അതിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അതിൽ ഇങ്ങനെ പിന്നെ അതായത് യൂസറിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വെബ്സൈറ്റ് അല്ലേ. അപ്പോൾ മാക്സിമം സെർച്ചിലേക്ക് വരുന്ന രീതിയിലേക്കുള്ളത് ചെയ്തിടും. ഇതിൽ ടൈംസിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇമേജ് ആണെങ്കിലും ഒക്കെ ടൈംസ് വേൾഡ് റെക്കോർഡ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ഫയലിലും ടൈംസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യുക. അതിൽ എന്താണോ ഇപ്പം ലോങ്ങസ്റ്റ് ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൈംസ് വേൾഡ് റെക്കോർഡ് അങ്ങനെ പറഞ്ഞ എല്ലാ ഫയലിലും അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോഴും അതിലും ടൈം വേൾഡ് റെക്കോർഡ് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ഇത് എഴുതുമ്പം പേരെഴുതുമ്പം അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൽ ടാഗ്സ് മെറ്റാ ടാഗ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. പിന്നെ ലിങ്കിൽ നമ്മൾ ടൈറ്റിൽ ലിങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിലും ടൈം വേൾഡ് റെക്കോർഡ് എന്ന് ചേർക്കുക. ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പം ലിങ്കിലേക്ക് ഇത് സംഗതി കിട്ടും. എന്നിട്ട് പിന്നെ ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് വേറെ ഇതിന് കൂടെ വരുന്നതല്ല, അത് എക്സ്ട്രാ വരുന്നതാണ്. അതായത് ഇത് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ, ഇതിൻ്റെ കൂടെയുള്ള വരുന്നതല്ല. ഞാൻ നിങ്ങളിങ്ങനെ പറഞ്ഞ സമയത്ത് പറയണേ. പിന്നെ ഇനി പറയുന്നത് ഇതിൻ്റെ കൂടെ വരുന്നതല്ല കേട്ടോ, എക്സ്ട്രാ വരുന്നതാണ്. അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഓരോ അഡീഷണൽ സംഗതികൾ ഇതിൽ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള സംഗതി വരൂലേ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ ഞാൻ SML എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് ചെയ്തിടും. അപ്പം എല്ലാ സമയം ഇങ്ങനെ പുതിയ ലിങ്ക് വരുന്ന സമയത്തും എന്താവും, ഇതിലേക്ക് ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതെനിക്ക് ഗൂഗിളിൽ ഇഞ്ചക്ട് ചെയ്യാമെന്നൊക്കെ പറയാം, ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കാലക്രമേണ ആണ് ഇങ്ങനെ ഈ പേര് നമ്മൾ അടിക്കുമ്പം ഇങ്ങനെ കയറി വരല്. ഗൂഗിൾ സെർച്ച് എഞ്ചിന് അതായത് SEO എന്ന് പറയും, ഇതിന് പല രീതികളും ഉണ്ട്. അപ്പോൾ പല വെബ്സൈറ്റും എന്താ പറയുക അതിൻ്റെ മാക്സിമത്തിലും അങ്ങനെയൊക്കെ ചെയ്തിടാറുണ്ട്. പിന്നെ ചിലത് പെയ്ഡായിട്ട് ചെയ്യാറുണ്ട്. ഗൂഗിളിലേക്ക് ഡയറക്റ്റ് ആഡ്വേർഡിലേക്ക് പൈസ പേ ചെയ്തിട്ട് എല്ലാ മാസവും അവർക്ക് ഈ കീവേഡ് അടിക്കുമ്പോൾ കയറണം എന്നുള്ള, വേൾഡ് റെക്കോർഡ് എന്ന് അടിക്കുമ്പോൾ ഈ കീവേഡ് എന്നുള്ള പിന്നെ ലിസ്റ്റായി വരണം എന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റർ ഇതേപോലെ ശ്രമിക്കുന്നുണ്ടാവും, അത് ഓർമ്മയാണോ? അപ്പം നിങ്ങൾ 100 രൂപക്കാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കോമ്പറ്റീറ്റർ ഒരു 300-ന് ചെയ്ത് കഴിഞ്ഞാൽ അവരുതാണ് കുറച്ചും കൂടെ ലിസ്റ്റ് ചെയ്യുക. പിന്നെ ആ പെയ്ഡ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പെയ്ഡിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പിന്നെ ഈ XML അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിടാം. ആ ചാർജ് വരുന്നതാണ്, അതിലേക്ക് ഇരിക്കണോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോർമൽ രീതിയിൽ ഇങ്ങനെ വരണമെങ്കിൽ അതിലിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നൊക്കെ സമയത്ത് എന്ത് ചെയ്തിടാ, ഫയൽ നെയിമിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ടൈംസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള പേര് കൊണ്ടുവന്നിടാം. പക്ഷെ അത് ഇവഞ്ച്വലി കാലക്രമേണ ആണ് കയറി വരിക. ഒരു പെട്ടെന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ സൈറ്റ് ഇത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു എത്രയായി കുറഞ്ഞ ഇതല്ല ആയിട്ടുള്ളൂ. അപ്പോൾ കാലക്രമേണ അങ്ങനെ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോഴും കാര്യങ്ങളിലൊക്കെയാണ് ഇത് കയറി വരിക. പിന്നെ അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക. സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമ്പോൾ timesworldrecord.com എന്നുള്ള ലിങ്ക് കൊടുക്കുക. എവിടെയൊക്കെ ചെയ്യുന്നോ അവിടെയൊക്കെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ ട്വിറ്റർ ആണെങ്കിലും ഫേസ്ബുക്ക് ഇതൊക്കെ ആണെങ്കിലും ഇതിലൊക്കെ എന്താ പറയുക, നിങ്ങളിപ്പോൾ ചില സംഗതികളൊന്ന് അടിച്ചു നോക്കി. ഇപ്പോൾ ചിലപ്പോൾ ദിലീപ് കാർട്ടൂണിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ലിങ്കൊക്കെ ട്വിറ്ററിൻ്റെ ലിങ്കൊക്കെ ആയിരിക്കും വരിക. മീൻസ് അങ്ങനെയൊക്കെയാണ്
അതായത് അതൊക്കെ സെർച്ചിനെ ഒരു ബാധിക്കുന്ന സംഗതിയാണ്. പിന്നെ ഗൂഗിളിൻ്റെ അൽഗോരിതം ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റും, ഒരേ അൽഗോരിതത്തിൽ തന്നെ വെക്കില്ല, അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ XML ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഇൻവോയ്സ് അയക്കാം. മറ്റേത് അല്ലാത്തെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫയൽ നെയിമിലും ഡിസ്ക്രിപ്ഷനിലും അങ്ങനെയുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്തിടുക, നെയിം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനം ടൈംസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതിപ്പോഴും റെക്കോർഡറല്ലേ, 20% ഉള്ളൂ. ഒരു സൈഡിലേക്ക് ഇത് ഓക്കെ, ഇത് പിന്നെ